അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ നമുക്ക് മക്കൾക്ക് സുഖമാണ്. പിന്നെ ഇത് കുടുംബ വീട്ടിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പുറത്ത് പണി നടക്കുന്നു. പിന്നെ അടുക്കളയിലേക്ക് പണിയില്ലേ, ബാത്റൂമിൻ്റെ ഡോറൊക്കെ ഇടുന്നു. പിന്നെ മോനെ മുത്തുമോനെ ഇന്ന് സ്കൂളിൽ വിട്ടില്ല. മിച്ചുമോന് ഇവിടെ ഉണ്ട്. മുത്തുമോന് ചെറിയ ഛർദിലുണ്ട്, എന്താണെന്തോ അറിയില്ല. പിന്നെ അതിന് ശേഷം ഓക്കെ ആയി, എന്തോ ദഹിക്കാണ്ട് ആയി കാണും. പിന്നെ ഇപ്പോൾ എല്ലായിടത്തും മുണ്ടിനീര്, ഇവിടെ എല്ലാം നീര്. അതുകൊണ്ട് നാളെ സ്കൂളുകൾക്കൊക്കെ ഇവിടെ അവധിയാണ്. ഇപ്പോൾ കുട്ടികളെയൊക്കെ കഴിവതും സൂക്ഷിക്കുക. അപ്പോഴത്തെ കാലാവസ്ഥ, ചൂട്, ഒരേ രീതിയിലുള്ള പനികളും വൈറൽ പനികളൊക്കെയാണ്. മക്കളെ സൂക്ഷിക്കുക. മുത്തുമോനിക്ക് തന്നെ അന്ന് മണ്ണിൽ കളിച്ച് പനിയായി, ഇൻഫെക്ഷനായി. അന്ന് ഡോക്ടർ പറഞ്ഞു മണ്ണിലൊന്നും കളിക്കാൻ വിടരുത്, കുട്ടികളെ നന്നായിട്ട് സൂക്ഷിക്കുക. പിന്നെ അവർക്ക് പെട്ടെന്ന് അസുഖം പിടിക്കും. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? പിന്നെ ഞാൻ ചാരിറ്റി ചെയ്യുന്നതിനെ പറ്റി ഭയങ്കര ഭീഷണി. എന്നെ അങ്ങനെ ചെയ്ത് കളയും, നിന്നെ കേസ് കൊടുത്ത് കളയും, നീ ചെയ്താൽ നിന്നെ എന്തൊക്കെയോ ആക്കി കളയും. എൻ്റെ ബേക്കിൽ നിന്നേ ഒരു കൂട്ടായ്മയുണ്ട്, നിങ്ങൾക്കറിയാമോ? എല്ലാവരും അല്ല, നിങ്ങൾക്കറിയാമോ? ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിലെ ആൾക്കാർക്ക് എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടിക്കൊണ്ടേ പോട്ടെ, സഹായിക്കാൻ മനസ്സുള്ളവരുണ്ട്. നമുക്ക് ആ കുട്ടീൻ്റെ സർജറി ആണെങ്കിലും തുടർ മുന്നോട്ടുള്ള കാര്യം എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, ഒരു വീഡിയോ ചെയ്തു തരുമോ, ഒന്ന് സഹായിക്കുമോ പറഞ്ഞാൽ ഞാൻ ഉറപ്പായും ചെയ്തു കൊടുക്കും. അതിൽ സത്യസന്ധത, ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും. കാരണം എന്നറിയാമോ, ഞാനും ഒരുപാട് കഷ്ടതയെന്ന് വളർന്നു വന്ന വ്യക്തിയാണ്. ഇപ്പോഴും അൽഹംദുലില്ലാ ഒരു തൊഴിലുണ്ട്, ചെറിയൊരു തൊഴിലാണെങ്കിലും ആ ജോലിയും ചെയ്തിട്ട് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും, നമുക്ക് കൈയും കാലും ഉണ്ടായിട്ട് ചെയ്തിട്ട് പോലും നമ്മുടെ ശരീരം താങ്ങുന്നില്ല. അപ്പോൾ അതേപോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇത് മാത്രമല്ല, ഇവരെ കൂട്ടായ്മയിൽപ്പെട്ട ഒരംഗത്തിൻ്റെ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതുപോലെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് ജനങ്ങൾ കിടപ്പിലായവരുണ്ട്, ഒരു നേരത്തെ ഭക്ഷണത്തിന് കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട്, ഒരു ഐഡിയിൽ നിന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പറയണം, ഇവർ തന്നെ എന്നെ ഭീഷണിപ്പെടുത്തും, ഇവർ തന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യും. അതാണ് ഇവരെ പ്രത്യേകത. ഞാൻ ഈ ഭീഷണിപ്പെടുത്തുന്നവരുടെ അടിയിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും, അൽഹംദുലില്ലാ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവരത് ഡിലീറ്റ് ചെയ്യും. പിന്നെ ഒത്തി കഴിയുമ്പോൾ വീണ്ടും ഭീഷണിപ്പെടുത്തും, നിന്നെ അങ്ങനെ ചെയ്ത് കളയും, ഇങ്ങനെ ചെയ്യും, നിന്നെ അവിടെ വരും. ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ പോലീസ് സ്റ്റേഷൻ പള്ളിക്കലാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുചെന്ന് പോലീസ് സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൂട്ടായ്മയിലുള്ള ബാക്കി ആൾക്കാരെല്ലാവരും വരും കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മൾ റാഹത്തായിട്ട് ഇരിപ്പുണ്ട്, മക്കൾ സുഖമാണ്. പിന്നെ ഇതൊക്കെ ചെയ്യുന്നതിന് എൻ്റെ ഉമ്മയും വാപ്പയ്ക്കൊക്കെ എൻ്റെ സന്തോഷമുള്ളൂ. പിന്നെ എൻ്റെ ഉമ്മ വാപ്പ അന്നും പാവങ്ങളാണെങ്കിലും എന്തരാണെങ്കിലും എൻ്റെ കൂടെ എല്ലാത്തിലും സുഖത്തിലും ദുഃഖത്തിലും വാപ്പായി നിന്നിട്ടുണ്ട്. വാപ്പ രോഗിയാവുന്നതിന് മുമ്പ് വാപ്പ ജോലി ചെയ്യണ പൈസയിൽ നിന്ന് തന്നെ എനിക്ക് ചിലവ് തന്നത്. കാരണം എനിക്ക് തരാൻ ആരുമില്ല. അപ്പോൾ എനിക്ക് ഈ യൂട്യൂബിൻ്റെ ഏണിങ്സിൽ നിന്ന് കിട്ടിയാലും ഇവർക്ക് ചെറിയ രീതിയിൽ എനിക്ക് സഹായിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിപ്പോൾ ഒരു ഐഡിയിൽ നിന്ന്, ഇത് കള്ള ഐഡിയകളാണ്. ഒരു KK അങ്ങനെയൊക്കെ ഉള്ള ഒന്നൊരു പേര്, പിന്നെ 2-3 ഞാൻ ഹൈഡ് ചെയ്ത്. കാരണം ഭീഷണി, നിന്നെ അങ്ങനെ ചെയ്യും. വാട്സപ്പിൽ വന്നിട്ട് കള്ള ഐഡിയിൽ വന്നിട്ട് വോയിസ് അയക്കും, ഹലോ സുഖാണാ. അപ്പം ഞാൻ ഒന്നും തിരിച്ചു കൊടുക്കില്ല. കാര്യം എന്താണെന്നറിയാമോ, ഇവൾ അങ്ങനത്തോളാണെന്ന് അറിയാൻ വേണ്ടി അടുത്തത് സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് പുറത്ത് വിടാനാണ്. അതുകൊണ്ട് അതൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. മക്കളെ എവിടേക്ക്, അതൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഏത് ഐഡിയയിൽ ഉപയോഗിച്ചിട്ടും ഞാൻ ചെയ്യാനുള്ളത് ചാരിറ്റി ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും എനിക്ക് ഹൈറ് എന്ന് തോന്നുന്ന കാര്യം ഞാൻ ചെയ്യും. അതിന് സുഖമാണെങ്കിലും ദുഃഖത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും. ഞാനിപ്പം എൻ്റെ സുഖവും ദുഃഖവും ഒരു പരിധി വരെ ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ എൻ്റെ ലൈഫ് വെച്ച് ഭീഷണിപ്പെടുത്തുന്നവരുണ്ട്, അതെങ്കിലും പറഞ്ഞ് കളയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ലൈഫെങ്കിലും പറഞ്ഞത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ സമാധാനമായി. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ കെട്ടിച്ച് ഇങ്ങനെ കെട്ടിച്ചു എനിക്ക് വയ്യായിരുന്നു സത്യം. എനിക്ക് ഇത് പുറം ലോകത്ത് മറന്നുപോയ കാര്യമാണ്, ഞാൻ പുറം ലോകത്ത് അറിയിക്കണ്ട എന്ന് വിചാരിച്ച കാര്യങ്ങളാണ്. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? അൽഹംദുലില്ലാ നമ്മൾ റാഹത്താണ്. മക്കൾ നല്ല സംസാരം, അതുകൊണ്ട് വീഡിയോയിൽ മക്കളെ സൗണ്ട് വരും. പിന്നെ മക്കൾ അലയ്ക്കുന്നപ്പോഴേ അപ്പം നിങ്ങൾക്ക് നമ്മളെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു ഭീഷണി അങ്ങ് നിന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, എൻ്റെ മക്കൾ യത്തീമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. യത്തീമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടില്ല. ഉമ്മയും വാപ്പയും ഞാനാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് സത്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് വരെ അവർക്ക് ചിലവിനെടുക്കാൻ ഒരാളിനെ ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരാൾ ഇവർക്കില്ല. സകല എവിഡൻസും കാര്യങ്ങളും എല്ലാം എൻ്റെ കയ്യിലുണ്ട്.
എനിക്ക് ആരെ ഭീഷണി വന്നാലും അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ നമ്മളൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ദ്വായിലൂടെയും കാര്യങ്ങളിലൂടെയും മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഞാൻ നീ എൻ്റെ വീഡിയോ ചെയ്യും, ഞാൻ എൻ്റെ വീഡിയോ ചെയ്യും, അങ്ങനെയൊന്നുമില്ല. പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങൾ? നിങ്ങളെ ചൂട് അത്രയ്ക്കും വെയിൽ, പുറത്തോട്ടൊന്നും കണ്ണുറന്ന് നോക്കാൻ വയ്യ. അതുകൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നവരടുത്ത് പറയുന്നത് പള്ളിക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുത്താൽ മതി, ഞാൻ അവിടെ വന്നോളാം. എൻ്റെ നമ്പർ ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് അവർ എന്നെ ഡിലീറ്റ് ചെയ്ത് 3 എടുക്കാൻ വയ്യാത്തൊരു കമൻറ്റ്. പിന്നെ ഒരു ജമ്മു ജമീല, അത് ഞാൻ ഹൈഡ് ചെയ്ത്. പിന്നെ കുറേ അങ്ങനത്തെ ഒരു 10-12 എണ്ണത്തിനേ ഉള്ളൂ കുഴപ്പം. കാരണം നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റും. ഞാൻ നിങ്ങളുടെ അടുത്ത് ആരെടുത്തും എന്നെ സഹായിക്കാൻ നിർബന്ധിച്ച് പറഞ്ഞിട്ടില്ല. സഹായിക്കാൻ പറ്റുന്നവർ എന്നെ സഹായിച്ച്. പിന്നെ ചാരിറ്റി ചെയ്തിട്ട് എനിക്ക് പാവങ്ങളെ നിന്ന് കൈയിട്ട് വരണ സ്വഭാവം ഇല്ല. പിന്നെ ഈ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അക്കൗണ്ടും ജിപേയും ഹോസ്പിറ്റൽ രേഖയും സകല എവിഡൻസും ഉണ്ട്. അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ കൊണ്ടൊരു ഉപയോഗമുണ്ട്. എന്താണ്? ചാരിറ്റി കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരാളെ സർജറി, പെട്ടെന്ന് പൈസ സമാഹരിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരാളെ ദ്രോഹിച്ചാലും ദ്രോഹിച്ചില്ലെങ്കിൽ ശരി തന്നെ, നമുക്ക് തരാനുള്ളത് റബ്ബ് തന്നിരിക്കും. അതിനിപ്പോൾ സുഖമായാലും ദുഃഖമായാലും. അതുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നവരടുത്ത് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഭീഷണിപ്പെടുത്തോളി, എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ല. എന്നാൽ ഇതെല്ലാം ഒറിജിനൽ ഐഡൻറ്റിറ്റിയിലാണ് വന്നെങ്കിൽ ഓക്കെയാണ്. ഒരു ജോക്കർ എന്ന് പറയുന്ന ഒരു കമൻറ്റ് വന്നിട്ട് പറയണം, ചാരിറ്റി ചെയ്താൽ ജോക്കർ ആരാണ്? കള്ള ഐഡിയാണ്. സ്വന്തം ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ അവൻ സ്വന്തം ഐഡൻറ്റിറ്റിയിൽ വന്നിട്ട് പറയും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്. ഇതെല്ലാം മറഞ്ഞിരുന്നിട്ടുള്ള ആൾക്കാരാണ്. ഈ ജോക്കർ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളണം കേട്ടോ. ഈ ബാഡ് കമൻ്റ് ഇടാൻ മാത്രം വരെയാണ്. അതിനെ ഒരാളെ വീഡിയോയിൽ ഒരു ലൈവിൽ കണ്ടിട്ട് ഞാൻ കെട്ടിക്കോളാന്ന്, അതാരാണ് കെട്ടാനായിട്ട്? അപ്പോൾ ആണാണെന്നുള്ളത് ഉറപ്പാണ്. പെണ്ണുങ്ങളെ കെട്ടാൻ തരും ഇവിടെ കെട്ടേന്ന് വേണ്ട. ഒരനുഭവം, 2 അനുഭവം, 3 അനുഭവമൊക്കെ വരുമ്പോഴില്ലേ നമ്മൾ സ്വയമായിട്ടൊരു പക്വത വന്നോളും നമുക്ക്. ആരെയും ചേർത്തിട്ടെന്ന് പറയുകയും വേണ്ട. അതുകൊണ്ട് എന്തിനാണ് ഇന്നലെ ആമിനാത്തൻ്റെ ലൈവിലും കയറി, നമ്മളതൊന്നും മൈൻഡാക്കൂല. ഞാൻ ആമിനാത്ത, ജംഷീന, ഷംന, ഇവരൊക്കെ നമ്മൾ ബാഡിനെ എല്ലാം നമ്മൾ മാറ്റിക്കളയുന്നവരാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ, ഇല്ലായ്മയെന്ന് വന്ന് ഇവിടെ ഇങ്ങനെ വരെ എത്തി, അൽഹംദുലില്ലാ. ഉള്ളത് കൊണ്ടാണെങ്കിലും നമ്മൾ അൽഹംദുലില്ലാ, നമ്മൾ പാവങ്ങളെ സഹായിച്ചാൽ ഒരു വിഹിതം എത്രയോ നമ്മൾ നശിപ്പിച്ച് കളയുന്നു. അതിലൊരു വിഹിതം നാളെ ഖബറിലത്തേക്ക് നമ്മളെ പ്രകാശമാണ്. അതിനിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ രീതിയിൽ വേണോ സഹായിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഉടനെ തന്നെ അവരെ വീഡിയോ ചെയ്യുന്നുണ്ട് കുട്ടീൻ്റെ സർജറിക്ക്. അപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇട്ട് തെളിവോടുകൂടിയും പിന്നെ മോൻ്റെ സർജറി കഴിഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യണം. അവനെ നമുക്ക് കൂട്ടാക്കണം. അച്ഛന് വലിയ കുഴപ്പമില്ല, പക്ഷേ അമ്മയുടെ അവസ്ഥ വല്ലാത്തതാണ്, ചേച്ചിയുടെ അവസ്ഥ. പക്ഷേ ആ ചേച്ചിയുടെ മുഖം കണ്ട പടച്ചോന് എന്ത് നല്ല ഒരു കുഴപ്പമില്ല. അപ്പോഴിതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഹാപ്പിയാണ്. ഭീഷണിപ്പെടുത്തുന്നവരടുത്ത് ഒരൊറ്റ കാര്യം പറയുള്ളൂ, പള്ളിക്ക് പോലീസ് സ്റ്റേഷനിൽ വരിക, പെറ്റീഷൻ കൊടുക്കുക, സകല എവിഡൻസോടുകൂടി ഞാൻ വരും. അപ്പോൾ ഈ എല്ലാ സബ്സ്ക്രൈബറും ഇല്ല, നല്ല ഉമ്മമാരുണ്ട്, നല്ല കൂടപ്പുറപ്പുകളുണ്ട്, എന്നെ ചേർത്ത് സുഖത്തിലും ദുഃഖത്തിലും എൻ്റെ കണ്ണീരോടുകൂടി കണ്ടതാണ്. എൻ്റെ 3 ലൈഫ് ഇങ്ങനെ ആയതിലേ എനിക്കൊരു ദുഃഖവും ഇല്ല. അതുകൊണ്ടാണ് നെജില മാറിയത്, നെജില ഇങ്ങനെ ആയിപ്പോയത്. എൻ്റെ 3 ദുഃഖത്തിൽ നിന്ന് എനിക്കൊരു പ്ലസ് പോയിൻ്റ് കിട്ടിയെന്ന് അറിയാമോ? ഈ വീട്ടിലിരുന്ന് കരഞ്ഞിട്ടൊന്നും പറ്റൂല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യുക. അത് റബ്ബിനെ നിലനിർത്തിയിട്ട് മാത്രം, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഹാപ്പിയാണ്, ഞാനും എൻ്റെ മക്കളും അൽഹംദുലില്ലാ ഹാപ്പിയാണ്. എൻ്റെ ഉമ്മയും വാപ്പയും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഈ കുശുമ്പും കുഞ്ഞായ്മയും കള്ള ഐഡിയൊക്കെ പറഞ്ഞവരടുത്ത് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, അമ്മക്കൊരു കുഴപ്പമില്ല. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.